അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 5ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എന്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ ഖാമിസ് 5ാമത്തെ പാഠം മുഅഖിബാത്ത്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയിൽ ഒരു സംഘം മലക്കുകൾ എത്തും, പകൽ മറ്റൊരു സംഘവും എത്തും. 2 സംഘവും സുബ്ഹ് നിസ്കാരത്തിന്റെയും അസ്ർ നിസ്കാരത്തിന്റെയും ജമാഅത്തിൽ സംബന്ധിക്കും. തുടർന്ന് രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോകും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കും, എന്റെ അടിമകളുടെ സ്ഥിതി എന്താണ്? അവർ പറയും, ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവേ, പ്രതിഫലം നൽകുന്ന നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇർഷാദ് ചോദിച്ചു. ഇല്ല, മലക്കുകൾ അദൃശ്യരാണ്. മലക്കുകളിലുള്ള വിശ്വാസം അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ പെട്ടതാണ്. ഇത് ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേതാണ്. ഉസ്താദ് പറഞ്ഞു, മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അടുത്ത പേജ് നോക്കൂ. അർശിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ, സിക്റിന്റെയും ഇൽമിന്റെയും സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ, ജുമഅയ്ക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തുന്നവർ തുടങ്ങിയ പല വിഭാഗങ്ങളും അവരിലുണ്ട്. 10 മലക്കുകളുടെ പേരുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. നാം ഇവിടെ ഒരു പദ്യം പഠിക്കുന്നുണ്ട്. കൂട്ടുകാർ ഈ പദ്യം കാണാതെ പഠിച്ചു വയ്ക്കുക. ഞാനിവിടെ ഈ പദ്യം പാടുന്നില്ല, വെറുതെ വായിക്കുന്നത് മാത്രമാണ്. കൂട്ടുകാർ ഈണത്തിൽ പാടുക. റബ്ബിൻ സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ. നബിമാർക്കെല്ലാം വഹിയെത്തിക്കും മലക്കാണല്ലോ ജബ്രായീൽ. ഇടിയും മിന്നും കാറ്റും റിസ്ക്കും ചുമതലയുള്ളോർ മീകായീൽ. അന്ത്യദിനത്തിൽ സൂറിൽ ഊതും മലക്കാണല്ലോ ഇസ്രാഫീൽ. സമയമെടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്രായീൽ. ചോദ്യം ചെയ്യാനായി വരുന്നു മുൻകർ നക്കീറും ഖബറുകളിൽ. നന്മ തിന്മ കുറിക്കാനായി റഖീബ് അത്തീദ് മലക്കുകളിൽ. സ്വർഗം കാക്കാൻ റിൽവാനല്ലോ നരകം കാക്കും മാലിക്കിനാൽ. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അൽ മലായികത്തു ഇബാദുല്ലാഹിൽ മുക്രമൂൻ. മലക്കുകൾ അല്ലാഹു തആലയുടെ ആദരണീയ അടിമകളാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഫ്ഹമുൽ മഅന. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. റബ്ബുൻ രക്ഷിതാവ്, അദൃശ്യം കാണാത്തത്, ജബ്രായീൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക്, പ്രവർത്തനം കർമ്മം, റൂഹ് ആത്മാവ്, രേഖപ്പെടുത്തി എഴുതി, റിസ്ഖുൻ ഭക്ഷണം. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നംല ഉൽ ജദ്വൽ. 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും താഴെ പട്ടികയിൽ എഴുതുക. നാം ഇപ്പോഴാണ് പാഠത്തിന്റെ പദ്യത്തിൽ 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവർത്തനങ്ങളും ഈണത്തിൽ പാടിയത്. അൽ മലായിക എന്ന ബോക്സിൽ ഓരോ മലക്കിന്റെ പേരും, അൽ വലായിഫ് എന്ന ബോക്സിൽ ഓരോ മലക്കിനും യോജിച്ച പ്രവർത്തനങ്ങളും എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം. 1. ജിബ്രീൽ അലൈഹിസ്സലാം. വലായിഫ് നബിമാർക്കെല്ലാം വഹി എത്തിക്കുക. 2. മീകായിൽ അലൈഹിസ്സലാം. ഇടി, മിന്നൽ, കാറ്റ്, റിസ്ഖ് എന്നീ ചുമതലകൾ വഹിക്കുന്നു. 3. ഇസ്രാഫീൽ അലൈഹിസ്സലാം. അന്ത്യദിനത്തിൽ സൂരിൽ ഊതുന്നു. 4. അസ്രായീൽ അലൈഹിസ്സലാം.
സമയമെടുത്താൽ ജീവികളുടെ റൂഹ് പിടിക്കുന്നു. 5. മുൻകർ അലൈഹിസ്സലാം ഖബറുകളിൽ ചോദ്യം ചെയ്യുന്നു. 6. നക്കീർ അലൈഹിസ്സലാം ഖബറുകളിൽ ചോദ്യം ചെയ്യുന്നു. 7. റഖീബ് അലൈഹിസ്സലാം മനുഷ്യരുടെ നന്മ രേഖപ്പെടുത്തുന്നു. 8. അത്തീദ് അലൈഹിസ്സലാം മനുഷ്യരുടെ തിന്മ രേഖപ്പെടുത്തുന്നു. 9. റിൽവാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കുന്നു. 10. മാലിക് അലൈഹിസ്സലാം നരകം കാക്കുന്നു. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിൻ. മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മലക്കുകൾ ചെയ്യുന്ന 5 പ്രവൃത്തികൾ എഴുതുക. നമുക്ക് എഴുതാം. 1. അർശിനെ ചുമക്കുന്നു. 2. മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നു. 3. ദിക്റിന്റെയും ഇൽമിന്റെയും സദസ്സുകളിൽ പങ്കെടുക്കുന്നു. 4. ജുമഅയ്ക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തുന്നു. 5. മനുഷ്യരെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ് സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. ഞങ്ങൾ പോരുമ്പോൾ അവർ നിസ്കരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയിൽ ഒരു സംഘം മലക്കുകൾ എത്തും, പകൽ മറ്റൊരു സംഘവും എത്തും. 2 സംഘവും സുബ്ഹ് നിസ്കാരത്തിന്റെയും അസ്ർ നിസ്കാരത്തിന്റെയും ജമാഅത്തിൽ സംബന്ധിക്കും. തുടർന്ന് രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോകും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരോട് ചോദിക്കും, എൻ്റെ അടിമകളുടെ സ്ഥിതി എന്താണെന്ന്. അപ്പോൾ മലക്കുകൾ അല്ലാഹു തആലയോട് പറയുന്ന വാക്കുകളാണിത്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം തഖ്സീസ്. പദ്യം കാണാതെ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട വർക്കാണ്. പദ്യം കാണാതെ പഠിക്കണം. തദ്രീബാത്തിൽ 6ാമത്തെ പ്രവർത്തനം നൻസഖ്, അതായത് പദ്യം പകർത്തി എഴുതുക. ഞാൻ ഇവിടെ എഴുതിയതുപോലെ തന്നെ കൂട്ടുകാർ ഓരോ വരിയിലും അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. റബ്ബിൻ സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ. നബിമാർക്കെല്ലാം വഹിയെത്തിക്കും മലക്കാണല്ലോ ജബ്രായീൽ. ഇടിയും മിന്നും കാറ്റും റിസ്ക്കും ചുമതലയുള്ളോർ മീകായീൽ. അന്ത്യദിനത്തിൽ സൂറിൽ ഊതും മലക്കാണല്ലോ ഇസ്രാഫീൽ. സമയമെടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്രായീൽ. ചോദ്യം ചെയ്യാനായി വരുന്നു മുൻകർ നക്കീറും ഖബറുകളിൽ. നന്മ തിന്മ കുറിക്കാനായി റഖീബ് അത്തീദ് മലക്കുകളിൽ. സ്വർഗം കാക്കാൻ റിൽവാനല്ലോ നരകം കാക്കും മാലിക്കിനാൽ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന് തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.